ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, 1 പത്രോസ് 2:19 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ഒരു സഹോദരി പങ്കുവച്ച ഒരു കാര്യമാണ്. ഈ സഹോദരിയുടെ വിവാഹത്തിന് ശേഷം ഈ സഹോദരിയുടെ അമ്മായിപ്പനും അമ്മായിയമ്മയും നാത്തനുമൊക്കെ കൂടി ഈ സഹോദരിയെ പറ്റി മോശമായിട്ട് സംസാരിക്കുവാൻ തുടങ്ങി. എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കും. എൻ്റെ മകനുമൊത്ത് നിന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ ഇവർ പറയുമ്പോഴും ഈ സഹോദരി ഇതൊക്കെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറക്കി വിടും. എന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈശോയോട് ഇങ്ങനെ പറയും, ഈശോയെ അവർ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ഈശോയോട് പറയും. ഈ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഇവർ എന്തൊക്കെ ഈ സഹോദരിയെ പറ്റി മോശമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിച്ചോ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് അവരുടെ ജീവിതത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്നവരാകാം, ജോലി മേഖലയിലുള്ളവരാകാം, അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലയിലുള്ളവരാകാം. അപ്പോൾ നമ്മളെപ്പറ്റി കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പണി കൊടുത്ത് അവിടെ നടക്കുവാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങളിതിനെ ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടരുത്. ഇതിനെ ഓർത്ത് സന്തോഷിക്കണം. കാരണം നമുക്ക് ഒരു അനുഗ്രഹം കടന്നു വരാനുണ്ട്. ഇവർ നമ്മളെപ്പറ്റി കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെപ്പറ്റി മോശമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2 ഹെബ്രായർക്കാർ ശണ്ട കൂടുമ്പോൾ മോശ അവരോട് പറയുന്നത്, നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങളൊരിക്കലും വഴക്കുണ്ടാക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ അവർ മോശയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനും ആക്കിയത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മോശയാണ് കർത്താവ് അഭിഷേകം ചെയ്ത് അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പറ്റി ഒരാൾ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കിട്ട് ഒരാൾ പണി തരാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിച്ചുയർത്തുവാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത് എന്ന് ഓർത്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് അനുഗ്രഹ കാരണമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ അവരെ തിരിച്ച് കുറ്റം പറയുവാനോ അവർക്ക് വേണ്ടി തിരിച്ച് പണി കൊടുക്കുവാനോ ഒന്നും ശ്രമിക്കാതെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെടും. അതുവഴി അവരുടെ ആത്മാക്കളെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.